കോംപ്ലക്സ് അനാലിസിസ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ സെക്ഷൻ സി ആണ് ഡിസ്കസ് ചെയ്യുന്നത്. പാർട്ട് സിയിൽ 4 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അതിൽ 2 ക്വസ്റ്റ്യൻസ് മാത്രമേ അറ്റൻഡ് ചെയ്യാൻ പറ്റൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് യു ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് 3xy² ഈസ് ഹാർമോണിക്. ഫൈൻഡ് ദി ഹാർമോണിക് കോൺജുഗേറ്റ് ഓഫ് യു, ഫോം ദി കറസ്പോണ്ടിങ് അനാലിറ്റിക് ഫംഗ്ഷൻ f of z equal to u plus iv. So we have given a function u of xy, അത് ഹാർമോണിക് ആണ് എന്ന് പ്രൂവ് ചെയ്യണം. അതിൻ്റെ ഹാർമോണിക് കോൺജുഗേറ്റ് കണ്ടുപിടിക്കണം. ദെൻ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അനാലിറ്റിക് ഫംഗ്ഷൻ ഫോം ചെയ്യണം. വി ഹാവ് ഗിവൺ ദാറ്റ് u of xy ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് 3xy². ഹാർമോണിക് ആണ് എന്ന് ചെക്ക് ചെയ്യാൻ ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നാണ് നോക്കേണ്ടത്. യു എക്സ് എക്സ് പ്ലസ് യു വൈ വൈ ഈക്വൽ ടു 0. സോ യു എക്സ് വി ഗെറ്റ് 3x² മൈനസ് 3y². യു എക്സ് എക്സ് ഈക്വൽ ടു 6x. ദെൻ യു വൈ ഈക്വൽ ടു മൈനസ് 6xy ആൻഡ് യു വൈ വൈ ഈക്വൽ ടു മൈനസ് 6x. So uxx plus uyy equal to 6x minus 6x, that is equal to 0. So u of xy satisfies the Laplace equation. Therefore u is an harmonic function. Now we have to find the harmonic conjugate of u. We suppose that let v of xy is an harmonic conjugate of u. Then u and v satisfies the Cauchy-Riemann equation. ux equal to vy and uy equal to vx. So we get vy equal to ux ആണ്, that's equal to 3x² minus 3y². Then integrate this equation with respect to y on both sides. We get integral vy dy equal to integral 3x² minus 3y² dy. So here we get v of xy on left side, then 3x² plus minus 3y³ by 3 plus an integrating constant ഉണ്ടാവും. ഇവിടെ വൈയിലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. സോ ഇൻ്റഗ്രേറ്റിംഗ് കോൺസ്റ്റൻറ്റിൽ it may be a function of x, so we take it as g of x. Then v equal to, we get like this. Then we have to find this g. For this we have vx equal to minus uy. So here vx means 6xy plus g dash of x equal to minus uy is minus 6xy. So this 6xy and 6xy cancelled. We get g dash of x equal to 0. Then we get g of x equal to a constant. So v of xy equal to, substitute ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 3x² minus y³ plus c. This is the harmonic conjugate v. Then we have f of z equal to u plus iv, that's equal to x³ minus 3xy² plus I into 3x² minus y³ plus c. So this can be written as x plus iy whole cube plus ic. That is f of z equal to x plus iy means z cube plus ic. This is the corresponding analytic function. So that's the first question. Then next we have the 25th question, that is state and prove Cauchy's integral formula. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറാണ് Cauchy's integral formula. The statement is, suppose that f is analytic in a simply connected domain D and C is any simple closed contour lying entirely within D, then for any point z0 within C, f of z0 equal to 1 by 2 pi I integral over C f of z dz divided by z minus z0. This is the statement of Cauchy's integral formula. അത് ടെക്സ്റ്റിൽ ഡയറക്റ്റായിട്ട് പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു തിയറാണ്. ഡയറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റും പ്രൂഫാണ്, ടെക്സ്റ്റിലുള്ളതാണ്. അതുകൊണ്ട് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇത് പ്രൂവ് ചെയ്യുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ഡിഫോർമേഷൻ ഓഫ് പാത്ത് ഉപയോഗിച്ചിട്ടാണ്. എഫ് ഓഫ് സെഡിനെ നമ്മൾ എഫ് ഓഫ് z0 പ്ലസ്
എഫ് ഓഫ് സെഡ് മൈനസ് എഫ് ഓഫ് സെഡ് നോട്ട് എന്ന് എഴുതും. ദെൻ ഡിവൈഡഡ് ത്രൂ ഔട്ട് ബൈ സെഡ് മൈനസ് സെഡ് നോട്ട് ആൻഡ് ഇൻറ്റഗ്രേറ്റ് വിത്ത് റെസ്പെക്ട് ടു സി. ദെൻ അതിൽ 2 പാർട്ടായിട്ട് നമുക്ക് കിട്ടും. ഓരോ പാർട്ടിലും പ്രിൻസിപ്പിൾ ഓഫ് ഡിഫോർമേഷൻ ഓഫ് പാത്ത് അപ്ലൈ ചെയ്തിട്ടാണ് അത് പ്രൂവ് ചെയ്യുന്നത്. സോ ദാറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ദെൻ നെക്സ്റ്റ് വി ഹാവ് 26th question, that is Lorentz series ആണ്. expand f of z equal to 1 by z into 1 minus z whole square in a Lorentz series valid for the domain. 2 ഡൊമൈൻ തന്നിട്ടുണ്ട്. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് z ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആൻഡ് സെക്കൻഡ് വൺ മോഡ് z ഗ്രേറ്റർ ദാൻ 1. അപ്പോൾ ലോറൻസ് സീരീസ് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഫംഗ്ഷൻ്റെ എഫ് ഓഫ് സെഡിൻ്റെ സിംഗുലാരിറ്റീസ് കണ്ടുപിടിക്കണം. ഇവിടെ റേഷണൽ ഫംഗ്ഷനാണ്. ഡിനോമിനേറ്റർ 0 ആവുന്നത് z ഈക്വൽ ടു 0യിലും z ഈക്വൽ ടു 1യിലുമാണ്. സോ ഇവിടെ ഡൊമൈൻ വാലിഡ് ആയിട്ടുള്ള ഡൊമൈൻസ് തന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് നമുക്ക് ഡൊമൈൻ ഫോം ചെയ്യേണ്ട ആവശ്യമില്ല. സോ നെക്സ്റ്റ് ചെയ്യേണ്ടത് ഈ ഫംഗ്ഷനെ എഫ് ഓഫ് സെഡിനെ സ്പ്ലിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് എ ബൈ സെഡ് പ്ലസ് ബി ബൈ 1 മൈനസ് സെഡ് ഹോൾ സ്ക്വയർ എന്നാണ്. സോ അതിന് നമുക്ക് 1 ബൈ സെഡ് ഇൻറ്റു സെഡ് മൈനസ് 1 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ബി ബൈ സെഡ് മൈനസ് 1 പ്ലസ് സി ബൈ സെഡ് മൈനസ് 1 ഹോൾ സ്ക്വയർ. ദെൻ ഇതിൽ നിന്ന് എയും ബിയും സിയും കണ്ടുപിടിക്കണം. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വി ഗെറ്റ് ദ വാല്യൂസ് ഓഫ് എ ഈക്വൽ ടു 1, ബി ഈക്വൽ ടു -1 ആൻഡ് സി ഈക്വൽ ടു 1 എന്ന് കിട്ടും. സോ വി ഗെറ്റ് എഫ് ഓഫ് സെഡ് ഈക്വൽ ടു 1 ബൈ സെഡ് മൈനസ് 1 ബൈ സെഡ് മൈനസ് 1 പ്ലസ് 1 ബൈ സെഡ് മൈനസ് 1 ഹോൾ സ്ക്വയർ. ഇനി ഫസ്റ്റ് ഡൊമൈൻ ദാറ്റ് ഈസ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അപ്പോൾ ഈ എഫ് ഓഫ് സെഡിനെ നമുക്ക് ഈ റീജിയനിൽ ഈ ഡൊമൈനിൽ ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ എഴുതണം. സോ ഇവിടെ മോഡ് സെഡ് അതായത് ഇവിടുത്തെ സെൻറ്റർ മോഡ് സെഡ് ആണ് തന്നിട്ടുള്ളത്. ദാറ്റ് ഈസ് മോഡ് സെഡ് മോഡ്ലെസ് ഓഫ് സെഡ് മൈനസ് 0 ആണ്. സെൻറ്റർ 0 ആണ്. ദാറ്റ് ഈസ് സെഡിൻ്റെ ടേമിലാണ്. സെഡ് മൈനസ് സെഡ് നോട്ടിൻ്റെ ടേമിലാണ് നമ്മൾ ലോറൻസ് സീരീസ് എഴുതുന്നത്. ഇവിടുത്തെ സെഡ് നോട്ട് 0 ആണ് സെൻറ്റർ. സോ നമുക്ക് സീരീസ് വരേണ്ടത് സെഡിൻ്റെ പവേഴ്സാണ്. സെഡിൻ്റെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് പവേഴ്സിൽ, അതായത് സെഡിൻ്റെ പവേഴ്സ് അല്ലെങ്കിൽ 1 ബൈ സെഡിൻ്റെ പവേഴ്സ്. അപ്പോൾ ഇതിൽ ആദ്യത്തെ ടേം 1 ബൈ സെഡ് തന്നെയാണ്. സോ അതിനെ നമുക്ക് മാറ്റേണ്ടതില്ല. എഫ് ഓഫ് സെഡ് ഈക്വൽ ടു 1 ബൈ സെഡ് മൈനസ് 1 ബൈ സെഡ് മൈനസ് 1 പ്ലസ് 1 ബൈ സെഡ് മൈനസ് 1 ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ ഇതിനെ 1 ബൈ സെഡ്. ഇനി രണ്ടാമത്തത് നമുക്കതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ മൈനസ് ഓഫ് 1 ബൈ 1 മൈനസ് സെഡ് എന്ന് എഴുതാം. ദറ്റ് ഈസ് വി ഗെറ്റ് 1 ബൈ സെഡ് പ്ലസ് 1 ബൈ 1 മൈനസ് സെഡ് എന്ന് എഴുതാം. കാരണം നമുക്ക് തന്നിരിക്കുന്ന ഡൊമൈൻ ഇവിടെ മോഡ് സെഡ് ലെസ് ദാൻ 1 ആണ്. മോഡ് സെഡ് ലെസ് ദാൻ 1 ആകുമ്പോൾ നമുക്ക് 1 ബൈ 1 മൈനസ് സെഡിൻ്റെ ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ അറിയാം. സോ ആ ടേമിലേക്ക് അതിനെ മാറ്റാൻ പറ്റും, 1 ബൈ 1 മൈനസ് സെഡ്. ദെൻ ഇവിടെ 1 ബൈ സെഡ് മൈനസ് 1 ഹോൾ സ്ക്വയറിനെ വി ക്യാൻ റൈറ്റ് 1 ബൈ 1 മൈനസ് സെഡ് ഹോൾ സ്ക്വയർ. 1 by 1 minus z minus of 1 minus z whole square, that is 1 by z plus 1 by 1 minus z plus 1 by 1 minus z whole square. സ്ക്വയർ ഉള്ളതുകൊണ്ട് ആ നെഗറ്റീവ് പോസിറ്റീവായി മാറും. സോ ഇതിൻ്റെ 1 ബൈ സെഡിനെ മാറ്റേണ്ട, അത് ആൾറെഡി സെഡിൻ്റെ പവേഴ്സിലാണ്. ദെൻ 1 ബൈ 1 മൈനസ് സെഡിൻ്റെ സീരീസ് അറിയാം. സോ വി ക്യാൻ റൈറ്റ് 1 ബൈ സെഡ് പ്ലസ് 1 ബൈ 1 മൈനസ് സെഡിൻ്റെ മോഡ് സെഡ് ലെസ് ദാൻ 1 ആകുമ്പോൾ 1 പ്ലസ് സെഡ് സ്ക്വയർ പ്ലസ് സെഡ് ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് ഇതിൻ്റെ എക്സ്പാൻഷൻ നമുക്കറിയാം. മോഡ് സെഡ് ലെസ് ദാൻ 1 ആകുമ്പോൾ 1 പ്ലസ് 2z പ്ലസ് 3z സ്ക്വയർ പ്ലസ് 4z ക്യൂബ് പ്ലസ് എക്സെട്ര. സോ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ 1 ബൈ സെഡ് പ്ലസ് 1 പ്ലസ് 1 2 ആണ് പ്ലസ് 3z പ്ലസ് 4z സ്ക്വയർ plus 5z cube plus etc. In the series form we can write 1 by z plus sigma n equal to 0 to infinity n plus 2 z raised to
n എന്ന് എഴുതാം. സോ ദിസ് ഈസ് ദി series of the given function f of z in the domain 0 less than or equal to mod z less than or equal to 1, and second domain that is mod z greater than 1 ആണ്. mod z greater than 1 mod z greater than 1 അതിൽ f of z നെ അതായത് 1 by z minus 1 by z minus 1 plus 1 by z minus 1 whole square എന്ന ഫോമിലുള്ള എഫ് ഓഫ് സെഡിന് എക്സ്പാൻഷൻ എഴുതുന്നു, ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ. ഇവിടെയും സെൻറ്റർ 0 ആണ്. സോ സെഡിൻ്റെ പവേഴ്സിൽ അല്ലെങ്കിൽ 1 by സെഡിൻ്റെ പവേഴ്സിലാണ് നമ്മൾ എക്സ്പാൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യത്തെ ടേം 1 by z ആണ്, അതിനെ ചേഞ്ച് ചെയ്യേണ്ടതില്ല. രണ്ടാമത്തെ ടേമിനെ മോഡ് z ഗ്രേറ്റർ ദാൻ 1 ആണ്. സോ നമ്മൾ രണ്ടാമത്തെ ടേമിൽ നിന്നും we take z outside, ഡിനോമിനേറ്ററിൽ നിന്നും z outside എടുത്തു കഴിഞ്ഞാൽ z into 1 minus 1 by z എന്ന് കിട്ടും. കാരണം മോഡ് z ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ 1 by മോഡ് z ലെസ് ദാൻ 1 ആയിരിക്കും. ദെൻ പ്ലസ് ഇവിടെയും we take z outside 1 minus 1 by z whole square. So we get 1 by z minus 1 by z into 1 by 1 minus 1 by z plus 1 by z square into 1 by 1 minus 1 by z whole square, where 1 by mod 1 by z less than 1 ആണ്. സോ നമുക്കതിൻ്റെ ഓരോന്നിൻ്റെയും സീരീസ് എക്സ്പാൻഷൻ എഴുതാം. 1 by z minus 1 by z into ഇതിൻ്റെ എക്സ്പാൻഷൻ 1 plus 1 by z plus 1 by z whole square plus 1 by z whole cube plus etc. plus 1 by z square into ഇതിൻ്റെ എക്സ്പാൻഷൻ 1 plus 2z, zൻ്റെ സ്ഥാനത്ത് ഇവിടെ 1 by z ആണ്, plus 3 into 1 by z square plus 4 into 1 by z cube plus etc. സോ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ we get 1 by z minus 1 by z minus 1 by z square minus 1 by z cube minus etc. plus 1 by z square plus 2 by z cube plus 3 by z raised to 4 plus etc. So we get 1 by z and 1 by z cancelled, minus 1 by z square plus 1 by z square cancelled. We get ഇവിടെ 2 by z ക്യൂബ് ഉണ്ട്, മൈനസ് 1 by z ക്യൂബ്. വി ഗെറ്റ് 1 by z ക്യൂബ്. അതുപോലെ തന്നെ ബാക്കിയുള്ള ടേംസും 2 by z റൈസ് ടു 4 എന്ന് കിട്ടും, 3 by z റൈസ് ടു 5 പ്ലസ് എക്സെട്ര. ദാറ്റ് ഈസ് സീരീസ് ആക്കി എഴുതുമ്പോൾ സിഗ്മ n ഈക്വൽ ടു 1 to infinity n by z റൈസ് ടു n plus 2 എന്നുള്ള ടേമിൽ കിട്ടും. ദാറ്റ് ഈസ് ദി ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ ഓഫ് എഫ് ഓഫ് z ഇൻ second domain mod z greater than 1. Then last question, that is 27th question. Establish integral 0 to pi d theta divided by a plus cos theta whole square equal to a pi divided by root of a square minus 1. So this is a question related to root of a square minus 1 whole cube എന്നുണ്ട്, where a greater than 1. Question related to evaluation of integrals using residue theorem. റെസിഡ്യൂ തിയറം ഉപയോഗിച്ചിട്ട് ഇൻ്റഗ്രൽ കാണാനുള്ള റിയൽ ഇൻ്റഗ്രൽ കാണാനുള്ള പ്രോബ്ലംസാണ്. അപ്പോൾ ഇവിടെ നമുക്ക് അതിൽ 3 ടൈപ്പാണുള്ളത്. ഒന്ന് ഇൻ്റഗ്രൽ 0 to pi, ഒരു ഫങ്ഷൻ ഓഫ് സൈൻ തീറ്റ കോസ് തീറ്റ ഫോം. ദെൻ ഇത് മാത്രമേ പ്രോപ്പർ ലിമിറ്റുകളായിട്ട്, ഫൈനൈറ്റ് ലിമിറ്റുകളായിട്ട് വരുന്നുള്ളൂ. ബാക്കിയൊക്കെയും ഇംപ്രോപ്പർ ഇൻ്റഗ്രലാണ്, മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ലിമിറ്റ് വരുന്നത്. അപ്പോൾ ഇൻ്റഗ്രൽ 0 to 2π വരുന്നത് ചെയ്യാൻ നമുക്ക് മെത്തേഡ് ഉണ്ട്, പക്ഷേ ഇവിടെയുള്ള ലിമിറ്റ് 0 to pi ആണ്. സോ അതിനെ നമ്മൾ 0 to 2π ആക്കി മാറ്റണം. അതിന് ഇവിടുത്തെ ഇൻ്റഗ്രൻ്റ് 1/a + cos θ ഹോൾ സ്ക്വയർ ആണ്. ഇതൊരു ഈവൻ ഫങ്ഷനാണ്. കോസ് മൈനസ് തീറ്റ കോസ് തീറ്റ തന്നെയാണ്, അതുകൊണ്ട് അതൊരു ഈവൻ ഫങ്ഷനാണ്. സോ ഈവൻ ഫങ്ഷൻ്റെ പ്രോപ്പർട്ടി അനുസരിച്ച് വി ഹാവ് ഇൻ്റഗ്രൽ
0 to pi d theta by a plus cos theta whole square we can write 1/2 into integral 0 to 2 pi d theta by a plus cos theta whole square എന്ന് എഴുതാം. അപ്പോൾ നമ്മൾ ഇതാണ് ഇനി ഇവാലുവേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനാദ്യം 0 to 2 pi ഈ ഫോമിൽ ഈ ഇൻ്റഗ്രൽ 0 to 2 pi എ ഫങ്ഷൻ ഓഫ് കോസ് തീറ്റ അല്ലെങ്കിൽ സൈൻ തീറ്റ ഫോമിലാണ്. സോ അങ്ങനെ വരുമ്പോൾ നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ സെഡിന് ഇ റൈസ് ടു ഐ തീറ്റ എന്ന് കൊടുക്കും. ദാറ്റ് ഈസ് സ്മോൾ സെഡ് 1 ആണ്. ഇതാണ് നമ്മുടെ സി. കോസ് തീറ്റയ്ക്ക് കൊടുക്കുന്നത് 1/2 ഇൻറ്റു സെഡ് പ്ലസ് 1/z ആണ്. z പ്ലസ് 1/z. ഡി തീറ്റയ്ക്ക് കൊടുക്കുന്നത് ഇവിടുന്ന് z ഈക്വൽ ടു ഇ റൈസ് ടു ഐ തീറ്റ എന്നുള്ളതിൽ നിന്ന് ഡി തീറ്റ കിട്ടും. ഡി ഇസെഡ് ബൈ ഐ സെഡ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ദെൻ ദിസ് ഇൻ്റഗ്രൽ 0 to 2 pi d theta by a plus cos theta whole square equal to integral over c d theta ക്ക് പകരം dz by iz divided by a plus 1/2 into z plus 1/z cos theta ക്ക് പകരം whole square എന്ന് കൊടുക്കും. So that's equal to integral over c 1 by a plus z square plus 1 divided by 2z whole square into dz by iz എന്ന് കിട്ടും. So in next step we get integral over c 1 by 2az plus z square plus 1 all divided by 2z whole square dz by iz. So then we get integral over c 2z whole square എന്ന് പറഞ്ഞാൽ 4z square divided by z square plus 2az plus 1 whole square into dz by iz. Then that is we get 4 by I we take outside. 4 by I integral over c z dz divided by z square plus 2az plus 1 whole square. Now we take ഇപ്പോൾ ഒരു integral over c f of z ഫോമിലായി. So we take it as f of z equal to z by z square plus 2az plus 1 whole square. This function is analytic except at the denominator equal to 0. That is z square plus 2az plus 1 whole square equal to 0. That is this function is equal to 0. Then this is a quadratic equation. By solving we get z equal to minus a plus or minus root of a square minus 1 എന്ന് കിട്ടും. This is the അനാലിറ്റിക് അല്ലാത്ത പോയിൻറ്റ്സ് ആണ്. ഇത് 2 പോയിൻറ്റ് മൈനസ് എ പ്ലസ് റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് 1 അതിനെ നമ്മൾ z1 എന്ന് വിളിച്ചു. റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് 1 z2ന് മൈനസ് എ മൈനസ് റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് 1 വേറെ ഗ്രേറ്റർ ദാൻ 1. ഇനി നമ്മുടെ സർക്കിൾ നമുക്കറിയാം സി സച്ച് ദാറ്റ് മോഡ് z ഈക്വൽ ടു 1 ആണ്. അപ്പോൾ നമുക്കിനി ഈ 2 സിംഗുലാരിറ്റി ആണുള്ളത്. 2 സിംഗുലാരിറ്റിയിലെയും റെസിഡ്യൂ കാണും. ദെൻ അതിൻ്റെ സമ്മിനെ 2πi കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക. അതാണ് റെസിഡ്യൂ തിയറം ഉപയോഗിച്ച് ഇൻ്റഗ്രൽ കാണാനുള്ള മെത്തേഡ്. സോ ഇവിടെ ഈ 2 പോയിൻറ്റ്സ് z1ഉം z2ഉം നമ്മുടെ ഗിവൺ കർവ് നമ്മൾ എടുത്തിട്ടുള്ള കർവ് മോഡ് z ഈക്വൽ ടു 1 എന്നുള്ള പറയുന്ന കർവാണ്. യൂണിറ്റ് സർക്കിളാണ്. യൂണിറ്റ് സർക്കിളിനുള്ളിലാണോ എന്ന് ചെക്ക് ചെയ്യണം. അതായത് മോഡ് z1 ലെസ് ദാൻ 1 ആണോ, അതുപോലെ മോഡ് z2 ലെസ് ദാൻ 1 ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഹിയർ മോഡ് z1 which is ലെസ് ദാൻ 1ഉം മോഡ് z2 ഗ്രേറ്റർ ദാൻ 1ഉം ആയിരിക്കും. അത് മോഡ്ലെസ് അതായത് മൈനസ് എ പ്ലസ് റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് 1 എന്ന് പറയുന്ന നമ്പർ എല്ലായ്പ്പോഴും അതിൻ്റെ മോഡ്ലെസ് ലെസ് ദാൻ 1 ആയിരിക്കും. എ ഗ്രേറ്റർ ദാൻ 1 ആണ്. അപ്പോൾ 1നേക്കാൾ വലുതായിട്ടുള്ള ഏത് നമ്പർ എക്കും ഇത് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ എക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വാല്യൂ ഈക്വൽ ടു 2 or 3 അങ്ങനെ എന്തെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ വാല്യൂ കിട്ടും.
തന്നെ അതിൻ്റെ മോഡുലസ് 1-നേക്കാൾ വലുതാണോ ചെറുതാണോ എന്ന് നോക്കിയാൽ മതി. അതുപോലെ തന്നെ Z2. അപ്പോൾ നമുക്ക് കിട്ടുന്നത് മോഡ് Z1 ലെസ് ദാൻ 1ഉം മോഡ് Z2 ഗ്രേറ്റർ ദാൻ 1ഉം ആയിരിക്കും. അതായത് Z1 എന്നുള്ള പോയിൻ്റ് ഈ സിയുടെ ഇൻറ്റീരിയർ പോയിൻറ്റും Z2 എക്സ്റ്റീരിയർ പോയിൻറ്റും ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇൻറ്റീരിയറിലുള്ള പോയിൻറ്റ്സിൻ്റെ റെസിഡ്യൂ മാത്രം കണ്ടാൽ മതി. അപ്പോൾ Z1ലുള്ള റെസിഡ്യൂ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. ദാറ്റ് ഈസ് ഇൻ്റർവൽ ഓവർ സി. ഇവിടെയാണ് നമ്മൾ കണ്ടത്, ഇൻ്റർവൽ ഓവർ സി ആണ് കാണേണ്ടത്. ദെൻ അതിനെ 4/i കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഇൻ്റർവൽ ഓവർ സി Z dz ഡിവൈഡ് ബൈ Z² പ്ലസ് 2az പ്ലസ് 1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 2πi ഇൻറ്റു റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് Z അറ്റ് Z ഈക്വൽ ടു Z1 മാത്രം. Z2 ഔട്ട്സൈഡ് പോയിൻ്റാണ്. ദെൻ ദാറ്റ്സ് ഈക്വൽ ടു 2πi ഇൻറ്റു ഇവിടെ Z1ഉം Z2 രണ്ടും നമുക്കറിയാം. ഇവിടെ ഈ ഡിനോമിനേറ്ററിനൊരു ഹോൾ സ്ക്വയർ ഉണ്ട്. അപ്പോൾ Z1 Z2 എല്ലാം 2 തവണ Z1ൻ്റെയും Z2ൻ്റെയും ടേംസ് വരുന്നുണ്ട്. സോ അത് പോൾ ഓഫ് ഓർഡർ 2 ആണ്. പോൾ ഓഫ് ഓർഡർ 2 ആണെങ്കിൽ റെസിഡ്യൂ കാണാനുള്ള ഇക്വേഷൻ 1/2 - 1 ഫാക്ടോറിയൽ ലിമിറ്റ് Z ടെൻസ് ടു Z1 d/dz ഓഫ് Z - Z1 ഹോൾ സ്ക്വയർ ഇൻറ്റു Z ബൈ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? Z - Z1 ഹോൾ സ്ക്വയർ ഇൻറ്റു Z - Z2 ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. സോ ഇത് ക്യാൻസൽ ചെയ്തു. ദെൻ വി ഗെറ്റ് 2πi ഇൻറ്റു ലിമിറ്റ് Z ടെൻസ് ടു Z1 d/dz ഓഫ് Z ബൈ Z - Z2 ഹോൾ സ്ക്വയർ. ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് Z - Z2 whole square into Z - Z2 whole square minus Z into 2 into Z - Z2 divided by Z - Z2 whole raised to 4 എന്ന് കിട്ടും. then limit substitute ചെയ്ത് കഴിഞ്ഞാൽ we get 2πi into Z1 minus Z2 whole square minus 2Z1 into Z1 minus Z2 divided by Z1 minus Z2 whole raised to 4. Then by simplifying we get 2πi into Z1 minus Z2 minus 2Z1. ഒരു Z1 minus Z2 cancel ചെയ്തു പോകും. Z1 minus Z2 whole cube. That's equal to 2πi into minus Z1 minus Z2 divided by Z1 minus Z2 whole cube. That's equal to 2πi into minus of Z1 plus Z2 divided by Z1 minus Z2 whole cube എന്ന് കിട്ടും. Now നമുക്ക് Z1 Z2 അറിയാം. Z1 എന്ന് പറഞ്ഞാൽ -a പ്ലസ് റൂട്ട് ഓഫ് 1 മൈനസ് a സ്ക്വയർ ആണ്. a സ്ക്വയർ -1 ആണ്. അതുപോലെ Z2 എന്ന് പറഞ്ഞാൽ -a മൈനസ് റൂട്ട് ഓഫ് a സ്ക്വയർ -1 ആണ്. അപ്പോൾ ഇവിടുന്ന് Z1 പ്ലസ് Z2 നമുക്ക് കിട്ടുന്നത് Z1 പ്ലസ് Z2 ഈക്വൽ ടു -2a എന്ന് കിട്ടും. അതുപോലെ Z1 മൈനസ് Z2 എന്ന് പറയുന്നത് വി ഗെറ്റ് 2 ഇൻറ്റു റൂട്ട് ഓഫ് a സ്ക്വയർ -1. a മൈനസ് എയും ക്യാൻസൽ ചെയ്യും. 2 ഇൻറ്റു റൂട്ട് ഓഫ് a സ്ക്വയർ -1 എന്ന് കിട്ടും. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് 2πi ഇൻറ്റു മൈനസ് ഇവിടെ ഒരു മൈനസ് ഉണ്ട്. ദെൻ ഈ -2a ദാറ്റ് ഈസ് 2a ഡിവൈഡ് ബൈ 2 ഇൻറ്റു റൂട്ട് ഓഫ് a സ്ക്വയർ -1 ഹോൾ ക്യൂബ്. ദാറ്റ്സ് വി ഗെറ്റ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 4a/i ഡിവൈഡ് ബൈ 8 ഇൻറ്റു റൂട്ട് ഓഫ് a സ്ക്വയർ -1 ഹോൾ ക്യൂബ്. ദാറ്റ്സ് ഈക്വൽ ടു a/i ഡിവൈഡ് ബൈ 2 ഇൻറ്റു റൂട്ട് a സ്ക്വയർ -1 ക്യൂബ് എന്ന് കിട്ടും. സോ ഇത് നമ്മുടെ ഈ ഇൻ്റഗ്രൽ ഓവർ സി ഈ ഫങ്ഷൻ മാത്രമാണ്.
ദെൻ അതിനെ 4/i കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോഴാണ് നമ്മുടെ അതുപോലെ അത് കഴിഞ്ഞിട്ട് 4/i കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ദെൻ അത് കഴിഞ്ഞിട്ട് ഈ ഇൻ്റർവൽ 0 to 2π ആണ് നമ്മൾ കണ്ടത്. ദെൻ നമുക്ക് വേണ്ടത് ഇൻ്റർവൽ 0 to π ആണ്. അപ്പോൾ എന്നിട്ട് അതിനെ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ വി ഗെറ്റ് ഇൻ്റഗ്രൽ 0 to 2π d theta divided by a plus cos theta whole square. That's equal to 4/i into ഇപ്പോൾ കിട്ടിയ ആൻസർ a/i divided by 2 into root of a square minus 1 whole cube. That is 4a/pi divided by 2 into root of a square minus 1 cube എന്ന് കിട്ടും. ദെൻ 0 to 2π അല്ല 0 to π ആണ് കണ്ടത്. സോ ഇൻ്റർവൽ 0 to π d theta divided by a plus cos theta whole square equal to 1/2 into this answer. That is 4a/pi divided by 2 into root of a square minus 1 cube. So we get a/pi divided by root of a square minus 1 cube എന്ന് കിട്ടും, where a greater than 1. This is the required answer.